1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 56 800120. ചായ കുടിക്ക. എടാ സാഗറെ, മറുപടി വല്ലതും വന്നോടാ? ഇല്ല, ഈ സമയത്ത് അയക്കണ്ടായിരുന്നു. അയച്ചതുകൊണ്ട് എന്താ കുഴപ്പം? ഇനിയിപ്പം അവളുടെ കെട്ടിയോൻ കണ്ടാലും അവനെന്താ പുണ്യാളനാണോ? ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അതിലൊരു കൊച്ചുണ്ട്. അത് മാത്രമാണോ? നീ ഈ പറഞ്ഞതനുസരിച്ച് ഇനിയും ഇല്ലേ അവന്റെ ലിസ്റ്റിൽ മറ്റു പെൺകുട്ടികൾ? ഒരുപാടുണ്ട്. അങ്ങനെയുള്ളവൻ ആ മെസ്സേജ് കണ്ടാലും കുഴപ്പമൊന്നുമില്ല. എടാ സാഗറെ, നിന്റെ പ്രൊട്ടക്ഷൻ ഇപ്പൊ ഏറ്റെടുത്തിരിക്കുന്നത് മാർക്കോയാ. അതുകൊണ്ടേ ഇനി മേഘനാഥനൊന്നും നിന്റെ ദേഹത്ത് കൈവയ്ക്കില്ല. അതെനിക്കറിയാം. പക്ഷേ ഈ സമയത്ത് മെസ്സേജ് അയച്ചതുകൊണ്ട് അവൾ എന്നെ തെറ്റിദ്ധരിക്കൂ? നീ അവളെ വല്ലാതെ പ്രേമിക്കുന്നുണ്ടല്ലേ? നിന്റെ മുഖം കണ്ടാൽ അറിയാം. ഇതിനു മുമ്പ് പെൺകുട്ടികളെ പ്രേമിച്ചത് ആത്മാർത്ഥമായിട്ടല്ലായിരുന്നു. ഇതിപ്പോ അതുപോലെയല്ല. ഒരുപാട് ഞാൻ മഞ്ജുവിനെ സ്നേഹിക്കുന്നുണ്ട്. എടാ, ഈ പെൺകുട്ടികളെ കുറിച്ച് ഞങ്ങളെക്കാൾ കൂടുതൽ നിനക്കറിയാലോ. അവളുമാരെ ആദ്യം ഒന്നും പ്രതികരിക്കില്ല. എങ്കിലും നീ അയച്ച മെസ്സേജും നിന്റെ സംസാരവും ഒക്കെ അവളുടെ മനസ്സിലുണ്ടാവും. അതെനിക്കറിയാം. അതിലാണ് എന്റെ പ്രതീക്ഷ. എന്റെ നയം ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞു. എനിക്ക് മഞ്ജുവിനെ ഒത്തിരി ഇഷ്ടമാണ്. എന്റെ മാറ്റം ആത്മാർത്ഥമാണെന്ന് മഞ്ജുവിന് തോന്നുകയാണെങ്കിൽ മഞ്ജുവിന് ഉചിതമായൊരു തീരുമാനം എടുക്കാം. ഇന്നെന്താ ഞാൻ ചെയ്യണ്ടേ? ഗേറ്റ് കടന്ന് ആരും കാണാതെ നമ്മൾ അകത്തേക്ക് പോണം.